ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ അരിപ്പൊടി കൊണ്ട് എണ്ണ ഒട്ടും കുടിക്കാതെ എങ്ങനെയാണ് പൊരിച്ച പത്തിരി ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനിലെ ഓൾ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഒന്ന് കണ്ടു നോക്കാം. പൊരിച്ച പത്തിരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു 3 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ വെള്ളം നന്നായി ഒന്ന് തിളച്ച് വരുന്നവരൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2.5 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന പൊടിയില്ലേ, ആ പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഈ പൊടി ഇടണതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ പൊടി നന്നായി ആടി കിട്ടണ വരക്കും ഇളക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനൊരു സൈഡിലേക്ക് മാറ്റിയേക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 10 ചെറുള്ളിയും ഒരു 5 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, പിന്നെ 1 സ്പൂണ് ചെറിയ ജീരകവും ചേർത്ത് ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വരാം. ഇതിപ്പോൾ നന്നായി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെക്കാം. ഇപ്പോൾ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഞാൻ മടിച്ച് വെച്ച ഈ തേങ്ങയുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിനൊന്ന് നന്നായി ഇളക്കി ആ തേങ്ങക്കൊന്നൊരു മൊരിഞ്ഞൊരു കളറ് മാറണ്ട, ഒന്ന് ചെറിയതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച പൊടിയില്ലേ, ഈ പൊടിക്ക് ഈ തേങ്ങയുടേത് ഇട്ട് കൊടുക്കുക. പിന്നെ 1 സ്പൂണ് എള്ളും ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്യണം. ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇത് നന്നായി കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഇത് ഒരു വലിയൊരു ഉണ്ടാക്കിയിട്ട് പാത്രത്തിൽ വെച്ച് നന്നായി പരത്തി കൊടുക്കാം. എന്നിട്ട് ഒരു മൂടി കൊണ്ട് ഇതിങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ റൗണ്ടിൽ മുറിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലുള്ള പൊടിയൊക്കെ ഒന്ന് നീക്കി കൊടുക്കണം. ഇതെല്ലാം ഇതിപ്പോൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെക്കാം. ചട്ടി ചൂടായതിനു ശേഷം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ പത്തിരി നമുക്ക് പൊരിച്ചെടുക്കാം. ഇത് 2 സൈഡും മറിച്ചിട്ട് 2 സൈഡിലും നന്നായി മൊരിഞ്ഞ് വേണം പൊരിച്ചെടുക്കാൻ. ഇതിപ്പോൾ നന്നായി മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പൊരിച്ച പത്തിരി ഇവിടെ റെഡി ആയിരിക്കണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് രാവിലക്കത്തെ ബ്രേക്ക്ഫാസ്റ്റിനായാലും വൈകുന്നേരത്തെ ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്.